മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ സെയിന്റ് മദർ എന്ന പുസ്തകം പുറത്തിറക്കിയ രഘുറായ് വിട പറഞ്ഞു. ഇന്ത്യയുടെ ആത്മാവും ചരിത്രവും മനുഷ്യജീവന്റെ നിശബ്ദ സ്പന്ദനങ്ങളും കവിത പോലെ പകർത്തിയ ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ കുലപതിയും പത്മശ്രീ ജേതാവുമായ രഘുറായ് എന്ന രഘുനാഥ് റായ് ചൗധരി അന്തരിച്ചു. ഡൽഹിയിലെ സ്വകാര്യ ആസ്പത്രിയിൽ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. ഇന്ത്യൻ ഫോട്ടോഗ്രാഫിയുടെ കുലഗുരുവായ രഘുറായ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ കടന്നുപോയ ഒട്ടേറെ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ വ്യക്തിയാണ്. 1942 ഡിസംബർ 18 പാകിസ്ഥാന്റെ ഭാഗമായ ഝാങ്ങിലായിരുന്നു ജനനം. സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം പിന്നീട് ഫോട്ടോഗ്രാഫി തിരഞ്ഞെടുക്കുന്നു. സ്റ്റേറ്റ്സ്മാന്റെയും സൺഡേ മാഗസിന്റെയും ഇന്ത്യ ടുഡേയുടെയും എല്ലാം ഭാഗമായി പിന്നീട് 1977 അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫിക് സംഘടനയായ മാഗ്നം ഫോട്ടോസിൽ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം. ഭോപ്പാലിലെ ദുരന്തം ഉൾപ്പെടെ ചരിത്രം രേഖപ്പെടുത്തിയ നിരവധി സംഭവങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ക്യാമറ സാക്ഷിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രശസ്തമായ പുരസ്കാരങ്ങളും രഘുറായിയെ തേടിയെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചോരയും നീരും രഘുറായ് തന്റെ കറുപ്പും വെളുപ്പും ഫ്രെയിമുകളിൽ ഒപ്പിയെടുത്തിരുന്നു. മദർ തെരേസയിൽ തുടങ്ങി സാധാരണക്കാരുടെ നിത്യജീവിതം വരെ നീളുന്ന ഇന്ത്യയുടെ വൈവിധ്യം അദ്ദേഹത്തിന്റെ ഓരോ ക്ലിക്കുകളിലും കാണാമായിരുന്നു. മദർ തെരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ സെയിന്റ് മദർ എന്ന പുസ്തകം അദ്ദേഹം പുറത്തിറക്കിയിരുന്നു. മദർ തെരേസ, ഇന്ദിരാഗാന്ധി, സത്യജിത് റായ് തുടങ്ങിയ വ്യക്തിത്വങ്ങൾ, മുംബൈ, ഡൽഹി, വാരണാസി തുടങ്ങിയ ഇന്ത്യയുടെ ആത്മാവുറങ്ങുന്ന നഗരങ്ങൾ അന്നുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ മുഖങ്ങളും നിമിഷങ്ങളും റായയുടെ ക്യാമറയിൽ തെളിഞ്ഞു. ബംഗ്ലാദേശ് വിഭജനകാലത്ത് കലാപഭൂമിയിൽ ചെന്നായിരുന്നു മികച്ച ചിത്രങ്ങൾ അദ്ദേഹം പകർത്തിയത്. സ്വതന്ത്ര ഇന്ത്യയെ ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തിയത് റായയുടെ ക്യാമറയായിരുന്നു. ബംഗ്ലാദേശ് അഭയാർത്ഥികൾ, യുദ്ധം, കീഴടങ്ങൽ എന്നിവയെക്കുറിച്ചുള്ള ചിത്രങ്ങൾക്ക് 1972 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. തന്റെ വൈഭവം കൊണ്ട് പ്രതിഭയായി തീർന്ന രഘുറായ് എന്ന ഫോട്ടോഗ്രാഫർ ഇനിയും ഒരുപാട് കാലം ജനമനസ്സുകളിൽ ജീവിക്കും, ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിക്കും.